4-5 മാസമായിട്ട് നമ്മളെ കടപ്പുറത്ത് കിട്ടുന്ന മീനാണിത്. കൂട്ടായി കടലിൽ ഈ വലുപ്പം വെക്കൂലത്. ഈ മത്തി വലുപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ഇത് ഒരു യൂണിയനാണ്. ഇതൊരു സീസണിൽ ഉണ്ടാവണമെന്ന് അവർ പറഞ്ഞു കേട്ടോ. പിന്നെ വേറെ സാധനം കാണിച്ചു തരാം. ഈ സാധനമാണ് മാക്രി എന്ന് പറഞ്ഞ സാധനം. ഇത് വല കേടെടുത്തുന്ന സാധനമാണ്. ഇത് താന്നൂർ വീപ്പാന്ന് പറയുമല്ലോ താന്നൂക്കാർ. ഞാൻ അപ്പുറം വേറെ സംഗതി കാണിച്ചു തരാം. പ്രായം എത്ര ആയാലും ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കോടെ നമ്മളെ നാട്ടിൽ ഇവർക്ക് തന്നെ അറിയില്ല വയസ്സ് എത്ര എന്നല്ല. അന്ന് സ്കൂളിൽ ചേർത്ത കണക്കാണ്. ഒരു 80 വയസ്സൊക്കെ മൂപ്പർക്കുണ്ട്. അതുപോലെ തന്നെ മൂപ്പരെ ഓവർടേക്ക് ചെയ്യാനായിട്ട് വേറെ ആൾ പടിയുണ്ട്. കണ്ടോ? ഇവരൊക്കെ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവർ എഴുന്നേൽക്കും, നേരത്തെ സുബഹിക്ക് എണീക്കും. അതുപോലെ പലരും സഹായിച്ചിട്ടും ജോലി ചെയ്തിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോകും. അതാണ് വേണ്ടത്. ഇങ്ങനത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് ശരി. അന്നത്തെ കാലത്തല്ലേ? അന്ന് സ്കൂൾ തന്നെ ഒരുപാട് ദൂരത്തായിരുന്നല്ലേ? നിങ്ങളൊക്കെ പഠിച്ച സ്കൂൾ എത്ര കിലോമീറ്റർ ദൂരമായിരുന്നു? സ്കൂളിൽ പോയിട്ടില്ല. അതാണ് അന്നത്തെ കാലത്ത് നേരെ അധ്വാനം. പക്ഷെ അതാണ് ജനറൽ നോളജ് എന്ന് പറഞ്ഞ സാധനം ഇവർക്കൊക്കെ ഉണ്ട്. എന്തായാലും രാവിലത്തെ കാഴ്ച ഉണ്ട്. അതാണ് നമ്മളെ കൂട്ടായി, നമ്മുടെ കൂട്ടായി ഉണ്ട്. ഞങ്ങൾ നടക്കാൻ വന്നാണ്.